ഇലക്ഷനിൽ തോറ്റ സ്ഥാനാർത്ഥി ഒരാഴ്ച കഴിഞ്ഞിട്ട് പബ്ലിക്കിനെ നോക്കുന്ന ഒരു നോട്ടം ഉണ്ട് കേട്ടോ. ഇനി എനിക്കതെങ്ങനെ അറിയാമെന്ന് ചോദിക്കും. ഞാൻ ഇലക്ഷൻ നിന്നിട്ടുണ്ട്. 108 വോട്ടിന്റെ വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് ഞാൻ തോറ്റത്. പെണ്ണിന്റെ പുടവ കൊടുന്നേലത്തെ പാവാടേരെ പീത്ത അത് കാണാനില്ല. അപ്പൊ ഒരു കള്ളക്കടവ അമ്മാവുണ്ട്, അയാൾ ഈ പാവാടേരെ പീത്ത കൊണ്ടുപോയിട്ട് മുണ്ട് കെട്ടിയിറക്കുക. ഈ സാധനത്തിനായിരുന്നു അവിടെ പൊരിഞ്ഞ അംഗം. കടുകു വറുത്തിടുവാ, കറിതാളിച്ചിടുവാ, കറിയുടെ രുചി മുകുളം മുറിവാലൻ ചാള. Once upon a time, once upon a time, once upon a time, once upon a time. ഹലോ നമസ്കാരം, ഇത് ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4 സ്റ്റാൻഡപ്പ് ഫോർ ഗേൾസ്, മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. നമ്മളെ കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ വെറുതെ കഥ പറഞ്ഞ് നടക്കരുത്. അതുപോലെ തന്നെ കഥ എന്താണ് എന്ന് മനസ്സിലാക്കാതെ കാര്യങ്ങളെ വിലയിരുത്തിയും വരുത്. പക്ഷെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നല്ല ചിരി കഥകളും തമാശകളൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ആസ്വദിക്കുക. അപ്പോൾ ചിരി നിമിഷങ്ങൾ കൊണ്ട് നിറഞ്ഞ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. And now let's welcome our dynamic judges, Ramesh Pisharadi and Krishna Prabha. ഫൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന പരിപാടി 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ തുടങ്ങുമ്പം സ്റ്റാൻഡപ്പ് കോമഡി തന്നെ മലയാളികൾക്ക് ഒരു പരിധിവരെ അല്ലെങ്കിൽ ഒരു ബഹുഭൂരിപക്ഷത്തിന് അന്യമായിരുന്ന സമയത്താണ്. അവിടെ നിന്നും ഒരുപാട് മത്സരാർത്ഥികൾ നമ്മുടെ പരിപാടികളിൽ വന്നു. അതിൽ പലരും ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന സ്റ്റാൻഡപ്പ് കലാകാരന്മാരായി മാറി. മറ്റ് പല പ്രമുഖ ചാനലുകളിലെയും പല പല പരിപാടികളിലൂടെ അവരെ നമുക്ക് വീണ്ടും കാണാൻ പറ്റി. അപ്പോഴാണ് നമുക്ക് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായി ഒരു സീസൺ നടത്തിയാലോ അല്ലെങ്കിൽ ഒരു സീസണിലെ ഒരു ഘട്ടം നടത്തിയാലോ എന്നൊരു ചിന്ത വന്നതും അങ്ങനെ സ്റ്റാൻഡപ്പ് ഫോർ ഗേൾസ് എന്ന പേരിൽ നമ്മൾ എപ്പിസോഡുകൾ അവതരിപ്പിക്കുകയുണ്ടായി. 5-6 വയസ്സ് മുതൽ 60 വയസ്സിലധികം പ്രായമുള്ള ആളുകൾ വരെ ഈ വേദിയിൽ വരികയും അവരുടെ പ്രതിഭ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അങ്ങനെ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായി നമ്മൾ നടത്തുന്ന സ്റ്റാൻഡപ്പ് കോമഡി കോമ്പറ്റീഷന്റെ ഒരു അവസാന എപ്പിസോഡാണ്. ഇനി അത് വീണ്ടും ആൺകുട്ടികളും പെൺകുട്ടികളും കൂടെ ചേർന്നുള്ള മത്സരമായിട്ടായിരിക്കും മുന്നോട്ട് പോവുക. അത്തരത്തിലുള്ള ലാസ്റ്റ് എപ്പിസോഡ് കാണാനുള്ള വലിയ കൗതുകത്തിലാണ് ഞാൻ. ശരിക്കും ഇതിന്റെ അർത്ഥം ഒരിക്കലും നമ്മുടെ വരും എപ്പിസോഡുകൾ ലേഡീസ് ഇല്ല എന്നല്ല. തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോമ്പിനേഷനിലൂടെയുള്ള മത്സരങ്ങളായിരിക്കും. നമുക്ക് എപ്പോഴും അവൈലബിലിറ്റി ഇവരുടെ ഒരു പ്രപ്പോർഷന് ഇത്തിരി വ്യത്യാസമുണ്ട്. ഒരുപാട് ആൺകുട്ടികൾ വരുമ്പോൾ കുറച്ചാണ് പെൺകുട്ടികൾ വരുന്നത്. കൃഷ്ണപ്രഭയ്ക്ക് അറിയാം. ഇപ്പൊ ഞങ്ങൾ മിമിക്രി തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ആണുങ്ങൾ തന്നെ പെൺവേഷം കെട്ടിയായിരുന്നു കൂടുതൽ മിമിക്രി പ്രോഗ്രാമുകൾ നടന്നിരുന്നതും ചെയ്തതുമല്ല. പൊതുവേ നമ്മൾ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലെ എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് ഓടി വരിക അത് ആൺകുട്ടികൾ ചെയ്യുമ്പോഴായിരിക്കും. അതാണ് നമ്മളുടെ ഒരു മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്നത്. പക്ഷെ അതിന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു പക്ഷേ സ്ത്രീകൾക്ക് അതിനുള്ള അവസരം കിട്ടുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അവര് എന്തോ ഒന്ന് മുന്നോട്ട് വരാനുള്ള ഒരു മടി ഉണ്ടാവും അവർക്ക്. പക്ഷെ അത്തരത്തിലുള്ള ആ ഒരു മടിയെല്ലാം മാറ്റി നമ്മളതിന് നല്ലൊരു തുടക്കം കുറിച്ച് നമ്മൾ അവർക്കുള്ള അവസരം കൊടുത്തു എന്നുള്ളതാണ് ഫൺസ് അപ്പോൺ എ ടൈം. പ്ലസ് ഈ ഒരു സ്ത്രീകൾക്ക് വേണ്ടി മാത്രം തുടങ്ങിയാൽ അതിന് പിഷു ഫുൾ ടീം ഒരു നല്ലൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ ഈ ഒരു പ്രത്യേകതയുള്ള എപ്പിസോഡിൽ ആരൊക്കെയാണ് വരുന്നതെന്നും അവരുടെ പ്രകടനങ്ങൾ എന്താണെന്നൊക്കെ കാണാം. തീർച്ചയായിട്ടും. അതിന് മുൻപായിട്ട് നമ്മുടെ ജഡ്ജസിനെ സീറ്റുകളിലേക്ക് ക്ഷണിക്കുന്നു പ്ലീസ്. നമ്മൾ താത്ത പ്രോ മാക്സ് എന്ന് വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ സ്വന്തം ആമിന താത്തയെ സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം ആമിന താത്ത. എന്തായാലും ഒന്നിനൊന്ന് മികച്ച പിള്ളേരായിരുന്നു ഇവിടെ വന്നത് അല്ലേ? പിള്ളേരെന്ന് ഞാനിങ്ങനെ പറയണത് എല്ലാവരോടും ഒരുമിച്ചാണ്. കുഴപ്പമില്ല. എല്ലാരും ഏറെക്കുറെ താത്തയെങ്കാലും ഇളയ ആൾക്കാർ തന്നെയായിരുന്നു. താത്ത തന്നെയായിരുന്നു ഏറ്റവും സീനിയർ. അപ്പോ താത്താക്ക് ഒരു വലിയ നന്ദി. ശരിക്കും അതിഗംഭീരമായൊരു തുടക്കമാണ് നമ്മുടെ സീസണ് താത്ത സമ്മാനിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ഹൃദയം അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട. നീ അടുത്ത ആളെ വിളിക്കും. നമ്മുടെ ഇന്നത്തെ മത്സരാർത്ഥികളെ വിളിക്കാൻ സമയം ഇനി കളയാൻ പാടില്ല. അപ്പൊ ഇന്ന് മത്സരിക്കുന്നവർ കാതറീൻ ആൻഡ് സുശീല ദേവി. എന്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു സ്റ്റാൻഡപ്പിന്റെ റെസ്പോൺസ്? ഹസ്ബൻഡ് എന്നെ ഇപ്പൊ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ? പണ്ടേ ചിരിക്കത്തില്ലായിരുന്നു, ഇപ്പൊ എന്നെ നോക്കി ചിരിക്കും. ടീച്ചർ നല്ല അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു.
ടീച്ചറിന്റെ പെർഫോമൻസ് കണ്ടിട്ട് അവിടെ വളരെ നല്ല അഭിപ്രായമാണ് എനിക്ക് കിട്ടിയത്. ഈ ഫണ്ട്സ് അപ്പോൺ എ ടൈമിൽ വന്നിട്ടാണ് ആളുകൾ കൂടുതൽ അറിയാൻ തുടങ്ങിയത്. നമുക്ക് അവർക്കുള്ള ചോദ്യം കൊടുക്കാലോ. ചോദിക്കട്ടെ, കമ്മീഷണറുടെ മകളെ പ്രണയിച്ചതിന്റെ പേരിൽ സൂര്യയെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുന്നു. മകനെ രക്ഷിക്കാൻ വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയ മാഷ് എനിക്ക് ഇവൻ മാത്രമല്ല മകൻ, വേറൊരു മകൻ കൂടെയുണ്ടെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നും ശുദ്ധ ഗുണ്ടയായ മകനെ വിളിച്ചു വരുത്തുന്നു. നാട്ടിലെത്തിയ ഗുണ്ട നേരെ വൈദ്യശാലയിൽ കയറി ഒരു ഗ്ലാസ് ദശമൂലാരിഷ്ടം വാങ്ങി കഴിക്കുന്നു. തുടർന്ന് നാട്ടിലെ പ്രമാണിയായ കാട്ടിപ്പിള്ളിക്ക് വേണ്ടി മല്ലയ്യയുടെ രഹസ്യങ്ങൾ ചോർത്താൻ അയാളുടെ കൂടെ കൂടുന്നു. എന്നാൽ അതിലും ശക്തനായ ഒരു പോരാളി മല്ലയ്യയുടെ കൂടെ ഉണ്ടായിരുന്നു, മാക്രി ഗോപാലൻ. നാട്ടിലെ കട്ടിളകൾ മോഷ്ടിക്കുന്ന ഗോപാലന് മറ്റൊരു പേര് കൂടെ ഉണ്ടായിരുന്നു, കട്ടള ഗോപാലൻ. വീട് പണികളെല്ലാം മുടങ്ങിയതോടെ നാട്ടുകാർ ചേർന്ന് ഗോപാലനെ പിടിക്കുവാൻ തീരുമാനിച്ചു. ഒടുവിൽ നാട്ടിൽ നിൽക്കാനാവാതെ നാട് വിട്ട ഗോപാലൻ കൂട്ടുകാരൻ ലക്ഷ്മണനും കൂടി ചേർന്ന് ബാങ്ക് കൊള്ളയടിക്കാൻ തീരുമാനിക്കുന്നു. അത് വലിയൊരു കുരുക്കായി മാറുന്നു. ഏതെങ്കിലും പിടികിട്ടിയോ? ആറാം തമ്പുരാൻ. ആറാം തമ്പുരാൻ. ഓക്കെ, ആ, അടുത്തത് സുശീല ടീച്ചർ. ക്രേസി ഗോപാലൻ. ക്രേസി ഗോപാലൻ. ആ ആ, okay. ഒരെണ്ണം ശരിയാ. ഒരെണ്ണം ശരിയായി. ഓക്കെ, കാരൻ ടീച്ചർ ഒന്നുകൂടെ. ആ, മമ്മൂക്കയുടെ ചിത്രമുണ്ട്. സുശീല ടീച്ചർക്ക് കിട്ടിയോ ബാക്കി മൂന്നെണ്ണം? ഒരെണ്ണം കിട്ടി. കിട്ടിയെടുത്തോളം പറ. ചട്ടമ്പി നാട്. ആ, എന്നാലും മമ്മൂട്ടിയുടെ അനിയനായിട്ട് പൃഥ്വിരാജ് അഭിനയിച്ച സിനിമ ചട്ടമ്പി നാടുണ്ട്, അതുണ്ട്. അത് രണ്ടാമത് പറഞ്ഞത് മാക്രി ഗോപാലിന്റെ സിനിമ. കിടിലൻ പാട്ടൊക്കെ ഉണ്ട് അതിനകത്ത്. നമ്മുടെ ഉത്തരം പറയുന്ന ടീച്ചർക്ക് മൈക്ക് കൊടുത്താലോ? അതെ അതെ, ആ, കൊടു. ടീച്ചറാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിലെ ലൈഫ് സേവർ. പോക്കിരി രാജ. കറക്റ്റ് ഉത്തരം. ടീച്ചർ ഉടനെ തന്നെ ഒരു ഇമെയിലും കൂടെ അയക്കണം കേട്ടാ, നമുക്കൊരു കണ്ടസ്റ്റൻസിനെ കിട്ടാനുള്ള. അതെ അതെ, ടീച്ചർ നിന്ന് സ്റ്റാൻഡപ്പ് കോമഡി ട്രൈ ചെയ്തു. ഇവരുടെ കോളേജിൽ നിന്നിട്ട് ഈ പിള്ളേർ ക്ലാസ് കിട്ടിയത് സിനിമയ്ക്ക് പോകുന്നില്ല, കാരണം ടീച്ചർ പിടിക്കും, ടീച്ചർ അവിടെ ഉണ്ടാവും. അങ്ങനെ സിനിമയ്ക്ക് പോകുന്ന സിനിമ കാണുന്ന ടീച്ചറാണെന്ന് തോന്നി ഇവിടെ നിൽക്കുന്നത്. അടിപൊളി. ടീച്ചറിന്റെ പേര് പറഞ്ഞില്ല, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല. എന്നെ ടീച്ചറിന്റെ പേര്? എൻ്റെ പേര് ദീപ എന്നാണ്. ഞാൻ GATD TTC മിസ്സാണ്. ഓ, അടിപൊളി. പോക്കിരി രാജ, ചട്ടമ്പി നാട്, ക്രേസി ഗോപാലൻ. ഇതിൽ 2 ഉത്തരങ്ങൾ ശരിയായിട്ട് പറഞ്ഞിരിക്കുന്നത് സുശീല ടീച്ചറാണ്. ഇന്ന് ആദ്യം മത്സരിക്കുന്നത് സുശീല ദേവി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.